ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വെട്ടുമിഠായിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വെട്ടുമിഠായി എന്നും ഡയമണ്ട് കട്ടെന്നും പിന്നെ വേറെ പല പല പേരുകളിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ബൗളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കും. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചാൽ മതിയാകും. കുഴയ്ക്കുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല, ഒരുപാടെന്നാൽ ഹാർഡാവാനും പാടില്ല. ആ ഒരു രീതിയിൽ സൂക്ഷിച്ച് വെള്ളമൊഴിച്ച് പതിയെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അത് ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ കുഴച്ച് വെച്ചേക്കുന്നത്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 20 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചപ്പാത്തിയുടെ റോളിനേക്കാൾ ഒരിത്തിരിയും കൂടെ വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടുണ്ട്. പരത്തിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഒറ്റ ഇതായിട്ട് പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പരത്താനുള്ള എളുപ്പത്തിന് അരിപ്പൊടി ചേർത്തിട്ടാണ് പരത്തിയത് കേട്ടോ. പൊടി വിതറിയത് അരിപ്പൊടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ കുറച്ചുകൂടെ പരത്താൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ പരത്തി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഡയമണ്ട് കട്ട് പോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വലിയ പണിയൊന്നുമില്ല. എണ്ണ ചൂടാക്കി നന്നായിട്ട് പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഓയിലിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊങ്ങി വരാനുള്ള ഓയിലൊന്നും ഒഴിക്കേണ്ട. ഏകദേശം ഈ ഒരു പരുവത്തിൽ ഓയിൽ ഒഴിച്ചാൽ മതിയാവും. അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് നന്നായിട്ട് നല്ല പൊള്ളിച്ച് വരും കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇടണ്ട. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കരുകരുപ്പായിട്ട് വറുത്തെടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീർത്തിട്ട് ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒരു കളറായി കഴിയുമ്പോൾ വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതുപോലെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു പാനിയാക്കി എടുക്കുക. ഒരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളച്ച് നമ്മളുടെ ആ ഒരു കയ്യിലൊക്കെ ഒട്ടുന്ന ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം ഈ ഒരു പഞ്ചസാര പാനിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ പതഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഡയമണ്ട് കട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ കോട്ടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താഴത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. മിക്സ് ചെയ്ത് കുറേ നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഞ്ചസാരയൊക്കെ ഇതുപോലെ തരിതരിയായിട്ട് അതിലേക്ക് പിടിച്ച് ഇരിക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം ചായക്ക് കടിക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കുറച്ച് നേരം ഒന്ന് പരത്തണമെന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.